ബ്രോ 1 lakhന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. 1 lakh ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രാൻഡ്സ്. ലെനോവോയിൽ LOQ സീരീസിൽ കുറേ മോഡൽസ് ഉണ്ട്, ഏസറിൻ്റെ നൈട്രോ സീരീസിൽ കുറച്ച് മോഡൽസ് ഉണ്ട്, MSIയുടെ കുറച്ച് മോഡൽസ് ഉണ്ട്, അല്ലെങ്കിൽ അസൂസിലെ ടഫിൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ട്. പക്ഷേ ഇവരൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു അടിപൊളി പ്രോസസ്സർ ആൻഡ് ഗ്രാഫിക്സ് കാർഡ് കോമ്പിനേഷനാണ് HP ഈ ഒരു വിക്ടസ് മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ വിക്ടസുകൾ പോലെയും സിമിലർ മിഡ് ലൈറ്റ് ബ്ലൂ കളറിലാണ് ഈ വിക്ടസും വരുന്നത്, വിത്ത് ദിസ് ഐക്കോണിക് V ഫ്രം HP വിക്ടസ്. ഇത് നല്ലൊരു അടിപൊളി ലുക്കാണ് ആക്ച്വലി, ഒരു മിറർ ഫിനിഷ് ബാഡ്ജിങ്. പിന്നെ ഇൻസൈഡും വിക്ടസ് ബ്രാൻഡിങ് വരുന്നുണ്ട്. കീബോർഡിന്റെ മുകളിലത്തുള്ള പാനൽസ് VV ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഒരു കൂൾ ടച്ചാണ് ആക്ച്വലി. ഫുള്ളി 180 ഡിഗ്രി വരെ തുറക്കാൻ പറ്റില്ല. അത് ഒരു ചെറിയ ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ആക്ച്വലി. എന്തിനാണ് എൻ്റെ ഒരു ആവശ്യം? ഇതിൻ്റെ കീബോർഡ് ബാക്കി എല്ലാ ലാപ്ടോപ്സുകളെയും പോലെ മെമ്പറൈൻ കീബോർഡാണ്. ഇസ് വെൽ പ്ലേസ്ഡ്, ലുക്കിംഗ് പ്രിറ്റി ഗുഡ്. ബാക്ക്ലിറ്റ് നോൺ RGB, ബട്ട് ഈ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ ഒരു ബ്ലൂ ടിൻ്റ് ഉള്ള ലൈറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് ലുക്കിംഗ് റിയലി ക്ലാസി. മൊത്തത്തിൽ ബോഡി പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട്, വലിയ ബാഡല്ല. പിന്നെ കീബോർഡിൻ്റെ അത്യാവശ്യം സ്റ്റേഡിയാണ്, ഫ്ലെക്സസ് ഒന്നും വരുന്നില്ല. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല പ്രീമിയമാണ്, വേറെ ഫ്ലോസ് ഒന്നും എനിക്ക് പറയാനില്ല. നമുക്കിനി ഇതിൻ്റെ സ്പെക്കിലോട്ട് പോകണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ വരുന്ന പ്രോസസ്സർ AMD Ryzen 9 8945HS പ്രോസസ്സറാണ്, വിച്ച് ക്യാൻ ഗോ അപ് ടു 5.2 GHz അറ്റ് മാക്സ് സ്പീഡ്. ഇറ്റ് ഈസ് പെയർഡ് വിത്ത് NVIDIA's RTX 4060 8GB, which is the best GPU you can get at this price point. ഈ ലാപ്ടോപ്പിൻ്റെ TGP എന്ന് പറയുന്നത് 75 watt to 115 watt ആണ്, which is actually good. ഇതിൽ റാം വരുന്നത് 16GB DDR5 റാം ആണ്, which is running at a megahertz of 5600. സ്റ്റോറേജ് 1TB SSD ആണ്. ഒരു അഡീഷണൽ സ്ലോട്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം ഫ്യൂച്ചർ. ഈ ഒരു സ്പെക്ക് ഗെയിമിങ്ങിന് മാത്രമല്ല, നിങ്ങളൊരു ആർക്കിടെക്റ്റ് ആണെങ്കിലോ, നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിലോ, ഒരു 3D ആർട്ടിസ്റ്റ് ആണെങ്കിലോ 1 lakhന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് AMD സ്പെക്കാണ് ഈ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ പോർട്സ് നോക്കുകയാണെങ്കിൽ ഒരു Type C പോർട്ട് വരുന്നുണ്ട്, 2 Type A പോർട്സ് വരുന്നുണ്ട് USB, പിന്നെ ഒരു Ethernet പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു HDMI, പിന്നെ 1 ഓഡിയോ ഔട്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സ്ക്രീൻ. ഇതിൻ്റെ അകത്ത് വരുന്നത് 15.6 inch ഫുൾ HD IPS പാനലാണ് വരുന്നത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ്, വിത്ത് എ ടോട്ടൽ ബ്രൈറ്റ്നസ് ഓഫ് 300 nits. ഇതാണോ ഈ ബഡ്ജറ്റിൽ ഇത് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമില്ല. HP should really up their game in the screens for Victus series, because ഈ ഒരു സ്ക്രീൻ വരുന്നത് ജസ്റ്റ് 62.5% sRGB മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് കിട്ടുന്ന ലെനോവോ LOQയിൽ 100% sRGB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഹാസ് എ ടോട്ടൽ ബ്രൈറ്റ്നസ് ഓഫ് മോർ ദാൻ 300 nits. പിന്നെ ഇതിൻ്റെ ക്യാമറ അതും അത്ര പോലെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്യാമറ, നമുക്ക് അതിൻ്റെ വിഷ്വൽസിലോട്ട് പോകാം. ക്യാമറ ടോപ്പ് നോച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ജസ്റ്റ് 720p ക്യാമറയാണ് വരുന്നത്. വേറെ ഐ തിങ്ക് കോമ്പറ്റീറ്റേഴ്സ് ആർ പ്രൊവൈഡിങ് ഫുൾ HD വെബ് ക്യാംസ്, വിച്ച് ഈസ് ക്വൈറ്റ് obvious to get at this price point. ഇതിൻ്റെ സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഡുവൽ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് സപ്പോർട്ട്സ് DTS X Ultra. ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 4 cell 70 watt-hour ബാറ്ററിയാണ്, വിച്ച് ഈസ് റിയലി ഗുഡ് കമ്പയർഡ് ടു ദ കോമ്പറ്റീഷൻ ഇൻ ദിസ് പ്രൈസ് പോയിന്റ്. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഒന്നും വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യല്. അറൗണ്ട് 6 to 7 hours കിട്ടും ബാറ്ററി ബാക്കപ്പ് അറ്റ് പവർ സേവിംഗ് മോഡ്. ഈ ഒരു പ്രോസസ്സറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ട് അത്ര പവർ ഡ്രോ ഇല്ല കമ്പയർഡ് ടു ദ Intel HX പ്രോസസ്സേഴ്സ് വിച്ച് യു ഗെറ്റ് ഇൻ ദിസ് പ്രൈസ് പോയിന്റ്. അത്യാവശ്യം നല്ല കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഗെയിം എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. കീബോർഡിൽ തന്നെ HPയുടെ ഒമൻ ഗെയിമിംഗ് ഹബ് ആക്സസ് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, വിച്ച് ആക്ച്വലി ഓപ്പൺസ് എ റിയലി യൂസ്ഫുൾ ആപ്പ് വെർ യു ക്യാൻ സീ all the GPU temperature, CPU temperature, RAM utilization. You get access to new game deals, which is actually a good feature. നമുക്കിനി ഈ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട് കുറച്ച് ബെഞ്ച് മാർക്സും കുറച്ച് ഗെയിംസും റൺ ചെയ്ത് നോക്കാം.
ഫസ്റ്റ് നമുക്ക് Cinebench 2024 റൺ ചെയ്ത് നോക്കാം. ഇത് ബേസിക്കലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് 3D സീൻ എത്ര സമയത്തിൽ നമ്മുടെ CPU സിംഗിൾ കോർ, മൾട്ടി കോർ, പിന്നെ GPU എത്ര സമയത്ത് റെൻഡർ ചെയ്യും, ഹൗ എഫിഷ്യൻ്റ്ലി ഇറ്റ് റെൻഡേഴ്സ് എന്ന് നോക്കിയിട്ട് അത് പോയിന്റ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്കോർസ് വരുന്നത് GPU വരുമ്പം 9073 പോയിന്റ്സ് ആണ്, മൾട്ടി കോർ CPU പോയിന്റ്സ് വരുമ്പോൾ 796 ആണ്, സിംഗിൾ കോർ CPU 97 പോയിന്റ്സ് ആണ്, NP റേഷ്യോ 8.22x ആണ്. ആൻഡ് ഈ സ്കോർ എല്ലാം ഈ പ്രൈസിന് കിട്ടുന്ന ബാക്കിയുള്ള ലാപ്ടോപ്സിന്റെ കാലം കമ്പാരിറ്റീവ്ലി മച്ച് ബെറ്റർ ആണ്. OpenCL GPU ടെസ്റ്റ് ചെയ്തപ്പം ഈ ലാപ്ടോപ്പിന് സ്കോർ വരുന്നത് 81,096 പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ എ റിയലി ഗുഡ് സ്കോർ. നമ്മൾ ഗെയിംസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഗോസ്റ്റ് ഓഫ് ടെഷ്യൂമയൊക്കെ അബവ് 70-80 അൾട്രാ സെറ്റിംഗ്സിൽ കിട്ടുന്നുണ്ട്. വാലറൻ്റൊക്കെ 200-300 FPS റൺ ആവുന്നുണ്ട് സ്മൂത്ത് ആയിട്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കമ്പാരിസൺ. ഈ ഒരു ബഡ്ജറ്റിൽ നോ ഡൗട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് സ്പെക് ഇൻ AMD ആണ് ഈ ഒരു ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പാരബിൾ ആയിട്ട് ലെനോവോയുടെ LOQ i7 13th ജനറേഷൻ HX പ്രോസസർ വരുന്നൊരു മോഡലുണ്ട്. അത് അത്യാവശ്യം നൈസ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 lakh ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏത് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യണമെന്ന് അറിയാലോ. ഇതിൻ്റെ കൂടുതൽ സ്പെക് ഡീറ്റെയിൽസും വെബ്സൈറ്റ് ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കൂൾ ടെക് വീഡിയോസും ടെക് അപ്ഡേറ്റ്സും ടെക് റിവ്യൂസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, this is Adit signing off.